രാജീവ്, കോൺഗ്രസിന്റെ സാധ്യതാ പട്ടിക 14 ജില്ലകളിലെയും സാധ്യതാ പട്ടികയാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. തെക്കൻ കേരളത്തിൽ പൊതുവെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പല സാഹചര്യങ്ങൾ തെക്കൻ കേരളത്തിൽ ഉണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയ തോതിൽ അടിയറവ് പറഞ്ഞേക്കാം. അടിയറവ് പറയാവുന്ന സാഹചര്യങ്ങൾ, അടിയൊഴുക്കുകളൊക്കെ തന്നെ നിലനിൽക്കുന്ന ജില്ലകളാണ് തെക്കൻ കേരളത്തിലെ ജില്ലകൾ. പല സർവേകൾ, ഇതുവരെ പുറത്തു വന്ന സർവേകളിലൊക്കെ തന്നെ ഇത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, ഒരുപക്ഷെ ശ്രദ്ധ നേടുന്ന മണ്ഡലങ്ങൾ, അവിടെയൊക്കെ ഇടം നേടിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെ, ഏതൊക്കെ ഘടകങ്ങൾ ഒരുപക്ഷെ ഈ മേഖലകളിലൊക്കെ തന്നെ KPCC, GCC നേതൃത്വം, പ്രാദേശിക നേതൃത്വം അടക്കം പരിഗണിച്ചിട്ടുണ്ട്. പ്രജീഷ്, തെക്കൻ കേരളത്തിൻ്റെ ഫലം എന്തായിരിക്കും എന്നത് തന്നെയാണ്, ഏത് മുന്നണിയാണ് കേരളം ഭരിക്കുക എന്നത് നിർണായകമായിട്ടുള്ള സംഭവം. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിൽ വലിയ ഭാഗ്യ പരീക്ഷണത്തിന് UDF മുതിരുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് മുതിരുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മന്ത്രി VS ശിവകുമാർ, പന്തളം സുധാകരൻ, ശരത്ചന്ദ്ര പ്രസാദ്, തമ്പാനൂർ രവി, MM ഹസൻ, K മുരളീധരൻ, N ശക്തൻ എന്നിവരുടെ ഈ പ്രമുഖരുടെ പേരുകളെല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പരീക്ഷണത്തിന് കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്ന് പറയേണ്ടി വരും. വലിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയല്ല, സാധാരണ പട്ടികയിലേക്ക് ചുരുങ്ങുകയാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. അതുപോലെ തന്നെ കൊല്ലത്തും വലിയ മാറ്റങ്ങൾ വരുന്നില്ല. ഒരു മാറ്റം എന്നുള്ളത്, പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് പത്തനാപുരത്ത് ജഗദീഷിൻ്റെ പേര് നിർദ്ദേശിച്ചാണ്. ശൂരനാട് രാജശേഖരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ പേര് എന്നീ പ്രമുഖർ ഈ കൊല്ലം ജില്ലയിൽ നിന്ന് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ പന്തളം സുധാകരൻ, അടൂർ പ്രകാശ്, ശിവദാസൻ നായർ എന്നിവരുടെ പേരാണ് പ്രധാനമായും ഉള്ളത്. അതിൽ ആറന്മുളയിൽ ശിവദാസൻ നായരുടെ സാധ്യത സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയ്ക്ക് വന്നതാണ്. പലയിടത്തും പ്രതിഷേധം ഉള്ള സിറ്റിംഗ് MLA ആണ് അദ്ദേഹം. ഒപ്പം തന്നെ മന്ത്രി അടൂർ പ്രകാശ്, KPCC ജനറൽ സെക്രട്ടറി പന്തളം സുധാകരൻ എന്നിവരാണ് അതായത് തെക്കൻ മേഖലയിൽ പ്രധാനമായും യാതൊരുവിധ പരീക്ഷണത്തിനും തയ്യാറാവാതെ ഉള്ള ഒരു പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് മധ്യകേരളത്തിലേക്ക് വരികയാണെങ്കിൽ കോട്ടയം എടുത്താൽ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി അടങ്ങുന്ന ജില്ലയാണ്. ഉമ്മൻചാണ്ടി, ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, DCC പ്രസിഡന്റ് ടോമി കല്ലാനി എന്നിവരുടെ പേരുകളാണ് കോട്ടയം ജില്ലയിൽ പ്രമുഖമായിട്ട് വന്നിട്ടുള്ളത്. ആലപ്പുഴയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, DCC പ്രസിഡന്റ് A ഷുക്കൂർ, ഷാനിമോൾ ഉസ്മാൻ, ജോൺസൺ അബ്രഹാം, PC വിശ്വനാഥ്, KK ഷാജു ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം ജില്ലയിലാകട്ടെ ആരോപണ വിധേയരായ നിരവധി പ്രമുഖരുള്ള ഒരു ജില്ലയാണ് എന്നുള്ളത് പറയേണ്ടി വരും. K ബാബു ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനാണ്. ഈ ജില്ലയിൽ ഡീൻ കുര്യാക്കോസിനെ ഈ ജില്ലയിലാണ് പരീക്ഷിക്കാൻ നോക്കുന്നത് യുവ നേതാവ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. VD സതീശൻ അവിടെ തന്നെ പറവൂരിൽ തന്നെ മത്സരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈബി ഈഡൻ സോളാറുമായി ബന്ധപ്പെട്ടും ഉള്ള ആരോപണ വിധേയനാണ്. ബെന്നി ബെഹന്നാൻ സോളാറുമായി ബന്ധപ്പെട്ടും ബാറുമായി ബന്ധപ്പെട്ടും സോളാറുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ വിധേയനാണ് ബെന്നി ബെഹന്നാൻ. ഒപ്പം തന്നെ ജോസഫ് വാഴക്കൻ, രമേശ് ചെന്നിത്തലയുടെ A ഗ്രൂപ്പിൻ്റെ അടുത്ത പ്രമുഖ നേതാവ്, രമേശ് ചെന്നിത്തല അനുയായി അടുത്ത ആൾ എന്ന നിലയ്ക്ക് ജോസഫ് വാഴക്കൻ്റെ കാൻഡിഡേച്ചറും ഇവിടെ ശ്രദ്ധേയമാണ്. തൃശ്ശൂർ ജില്ലയിലാകട്ടെ KPCC പ്രസിഡന്റ് VM സുധീരൻ മത്സരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പട്ടികയിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട്. ഒപ്പം മന്ത്രി CN ബാലകൃഷ്ണൻ, K കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ, TN പ്രതാപൻ, തേറമ്പിൽ, അതുപോലെ തന്നെ PA മാധവൻ സോളാറുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയാണ്, സിറ്റിംഗ് MLA ആണ്. മലബാറിലേക്ക് കടന്നാലും ഈ തെക്കൻ മധ്യ കേരളത്തിൽ കുറച്ച് പ്രാതിനിധ്യം യുവാക്കൾക്കും, നോമിനൽ പ്രാതിനിധ്യം യുവാക്കൾക്കും വനിതകൾക്കും നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. എങ്കിൽ പോലും പ്രമുഖ നേതാക്കളെ മുഴുവൻ അണിനിരത്താൻ തന്നെയാണ് പട്ടികയിലൂടെ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അടുത്തത് മലബാർ മേഖലയിലേക്ക് പോകുകയാണ്. പാലക്കാട്ട് 2 പ്രമുഖ യുവതാരങ്ങൾ, യുവ രാഷ്ട്രീയ നേതാക്കളുണ്ട്. VT ബൽറാമും ഷാഫി പറമ്പിലും. ഇവരെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു. മലപ്പുറത്ത് AP അനിൽകുമാറും ആര്യാടൻ ഷൗക്കത്തുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടവരായി ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. കോഴിക്കോടാകട്ടെ KC അബു, N സുബ്രഹ്മണ്യം എന്നിവർ 2 പേരാണ്. വയനാട്ടിൽ മന്ത്രി PK ജയലക്ഷ്മി വീണ്ടും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കണ്ണൂരാകട്ടെ K സുധാകരൻ, അബ്ദുള്ള കുട്ടി, മന്ത്രി KC ജോസഫ് എന്നിവരടക്കം ഉള്ള 3 പ്രമുഖ നേതാക്കൾ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കാസർഗോഡ് സതീശൻ പാച്ചേനി, T സിദ്ദിഖ്, KP കുഞ്ഞിക്കണ്ണൻ, CK ശ്രീധരൻ എന്നിവരുടെ പേരുകളാണ് പ്രമുഖമായും കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ നേതാക്കളുള്ളത്. എന്തായാലും മൊത്തത്തിൽ പട്ടിക പരിശോധിക്കുമ്പോൾ വലിയ പരീക്ഷണങ്ങൾ നടത്താതെ പ്രമുഖരെ രംഗത്തിറക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാധ്യതയാണ് DCCകൾ തേടിയിട്ടുള്ളത്. ഇനി KPCC ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഹൈക്കമാൻഡ് കൈമാറുകയും ഹൈക്കമാൻഡിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. എന്തായാലും മതിയായ പ്രാതിനിധ്യം യുവാക്കൾക്കും സ്ത്രീകൾക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാവുന്ന തരത്തിലുള്ള പട്ടികയാണ് ഇപ്പോൾ DCCകൾ KPCCക്ക് നൽകിയിട്ടുള്ളത്. പ്രജേഷ്,
യെസ്, വ്യക്തമാണ്. 14 ജില്ലകളിൽ നിന്നുള്ള സാധ്യതാ ലിസ്റ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഇനി അത് KPCCയിലേക്ക് സമർപ്പിക്കപ്പെട്ട ശേഷം അവസാനമായി ഹൈക്കമാൻഡാണ് അതിൻ്റെ KPCC ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ശേഷം ഹൈക്കമാൻഡിൻ്റെ അംഗീകാരത്തോടുകൂടി മണ്ഡലങ്ങളിലെ പൂർണ്ണ ചിത്രം വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് വരും. വിവിധ ജില്ലകളിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ യഥാർത്ഥ സാധ്യതാ ലിസ്റ്റുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ഒപ്പം തന്നെ വിലയിരുത്തൽ രാജീവ് എക്സിക്യൂട്ടീവ് എഡിറ്ററും നൽകിയത്. BDJS NDAയുടെ ഭാഗമാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. BJPയുമായി സീറ്റ് ചർച്ചകൾ നടത്തുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. BJPയുമായുള്ള സഖ്യ ചർച്ചകൾക്കായാണ് വെള്ളാപ്പള്ളി നടേശൻ ദില്ലിയിൽ എത്തിയത്. കാരണം ഒരു ലയനം എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ലയിച്ചിരുന്നു എന്നാണ് പറയേണ്ടത്. ആ ലയനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ NDAയുടെ ഭാഗമാകണേ, ഭാഗമായോ? BJP ലയിക്കാറില്ലല്ലോ. NDAയുടെ ഒരു ഭാഗമാക്കണം ഞങ്ങൾ. ആ ഭാഗമാക്കിയ ശേഷമല്ലേ ഞങ്ങൾ അവരുമായിട്ടുള്ള ചർച്ചയുടെ പ്രസക്തിയുള്ളത്. അതാകട്ടെ ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കിയായി. മൂന്നാം ചേരിയിൽ നിന്നും NDA എന്ന തരത്തിലേക്ക് തീരുമാനം മാറ്റുകയാണ്. അതെ, മൂന്നാം ചേരി അല്ല, അതിന്റെ ഭാഗമാകുകയാണ്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു. AKG സെന്ററിലാണ് യോഗം ചേരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന് തുടർച്ചയായാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്.